നിങ്ങളൊരു NRI ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതായിട്ട് വരാം. നിങ്ങൾ ചിലപ്പോൾ കുറച്ച് ഷെയർസിൽ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു 1 lakh rupee അല്ലെങ്കിൽ 2 lakh rupees ഒക്കെ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് പലപ്പോഴും ഇതൊരു ബേസിക് എക്സെപ്ഷൻ ലിമിറ്റിന് താഴെയാണ്, അതായത് 3 ലക്ഷത്തിനൊക്കെ താഴെയാണ്, അതുകൊണ്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഒന്നും ഫയൽ ചെയ്യേണ്ട എന്നായിരിക്കും. എന്നാൽ NRIസിൻ്റെ കേസിൽ ഒരിക്കലും ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് അതിന് ബേസിക് എക്സംഷൻ കിട്ടില്ല. അപ്പോൾ നിങ്ങളൊരു ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ്, അതിലൊരു 1 lakh rupeeയാണ് നിങ്ങളുടെ പ്രോഫിറ്റ് എന്നുണ്ടെങ്കിൽ അവിടെ 20,000 rupees ടാക്സ് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഡിവിഡൻഡ് ഇൻകം ആയിരിക്കും കിട്ടുന്നത്, അപ്പോൾ ഡിവിഡൻഡ് ഇൻകത്തിനും 20% ടാക്സ് വരാനായിട്ട് സാധ്യതയുണ്ട്. ഇനി നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റിൽ ലോസ് ആണ് എന്ന് കരുതും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൃത്യസമയത്ത് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ ആ ലോസ് നിങ്ങൾക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്ത വർഷങ്ങളിൽ പ്രോഫിറ്റ് ആണെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് ടാക്സ് ഒന്നും അടയ്ക്കേണ്ടതായിട്ട് വരില്ല. അപ്പോൾ NRI ആണോ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിടുക? ഇതുപോലെയുള്ള ഫിനാൻസ് ആൻഡ് ടാക്സ് അപ്ഡേറ്റ്സ് മിസ് ആവാതെ കാണുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. അതിനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട്.